നിനക്കൊക്കെ പോയി ചത്തൂടടി, നീ ഒരു തീവ്രവാദിനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഒരു പച്ചനെ കെട്ടി, ഇനി നീ ഇവിടെ തീവ്രവാദം തുടങ്ങും, ഇനി അടുത്ത യുദ്ധത്തിനുള്ള തുടക്കം നീ കുറിച്ച്. മെയിൻ കാരണം എന്റെ ഹസ്ബൻഡ് പാകിസ്ഥാനി ആയതാണ്. ആള് പാകിസ്ഥാനി ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം. ആ ഒരു സമയത്ത് എന്റെ നെറുകും തലയിൽ ബോംബിട്ടൊരവസ്ഥയായിരുന്നു. അഫ്കോഴ്സ് പാകിസ്ഥാനിയാണ്, എപ്പോ വേണമെങ്കിലും ഇനി ഞാൻ ഇരിക്കുന്ന അവിടെ കൊടുന്ന് ബോംബിടൂ, ഇവൻ വല്ല ഭീകരവാദി ആയിരിക്കുമോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആൾ വിളിച്ച് പറയാണ്, ഞാൻ നമ്മുടെ കല്യാണക്കാരും വീട്ടിൽ അവതരിപ്പിച്ചു. ആരോട് ചോദിച്ചിട്ട്? കാരണം ആദ്യത്തെ മാരേജ് അവരുടെ നിർബന്ധപ്രകാരം ഉണ്ടായ ഒരു മാരേജ് ആണ്. 1 month കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയി. അന്ന് എനിക്ക് 18 വയസ്സുള്ളൂ. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്റെ മോൻ എങ്ങനെ അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പൊ നമുക്ക് ഈ പപ്പാനെ വേണ്ട പറയൂ. ഇത്രയും കാലം കല്യാണം കഴിക്കാതിരുന്നപ്പോ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഏതാ സെറ്റപ്പ് എവിടെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ടോക്കാണ് കുടുംബത്തിൽ നിന്ന് വന്നതും ഞാൻ കുറെ കേട്ടിട്ടുള്ളതും. അതിർത്തികൾക്കപ്പുറം പ്രണയം പൂക്കുന്നത് നമ്മൾ പലപ്പോഴും കഥകളിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഞാൻ നേരിട്ട് കാണാൻ വന്നേക്കുന്നത്. ഷിബില, നമസ്കാരം. നമസ്കാരം. ഞാൻ അതിർത്തി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഏതാണ് അതിർത്തി എന്നൊക്കെ ഷിബില തന്നെ പറയുന്നത്. ഏതാണ് അതിർത്തി എന്ന് വെച്ചാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ലാഹോറിലുള്ള ഒരു വ്യക്തിനെയാണ് ഞാൻ എൻ്റെ ജീവിത സഖിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജീവിത സഖിയല്ല, ജീവിതത്തിലേക്ക് ജീവിത സഖിയായിട്ട് അദ്ദേഹമാണ് താങ്കളെ തെരഞ്ഞെടുത്തത്. ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, എനിക്കത് ഞാൻ തന്നെ പറയുന്നതിൽ കഴിഞ്ഞ് നിങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടെ പ്രൗഡ്. അതായത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഓരോരോ വാർത്തകളും കാര്യങ്ങളും. അതായത് ഈ റീസെന്റ് ആയിട്ട് തന്നെ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്യുന്നതിനെ കുറിച്ചുണ്ടായിരുന്നു. അത് ശരിക്കും സ്ത്രീധനമായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ആ പെൺകുട്ടി മരിച്ചെന്ന് പറഞ്ഞ കുട്ടിക്ക് അത്രയും കൊടുത്തു, വീണ്ടും വീണ്ടും സ്ത്രീധനം ചോദിച്ചിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴാണ് ദേ കേൾക്കുന്നു നല്ല വാർത്ത. അതായത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ ചെറുപ്പം മുതൽ യുദ്ധങ്ങൾ മാത്രമേ നമ്മൾ അധികവും കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിർത്തിക്കപ്പുറം ഇങ്ങനെ ഒരു പ്രണയം വരുന്നത് അടിപൊളിയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രണയം? അത് എങ്ങനെയുണ്ടായിരുന്നു? ഒരു പാകിസ്ഥാൻകാരനെ കല്യാണം കഴിക്കാൻ പേടി ഉണ്ടായിരുന്നു? അതെ, ഞാനും എന്റെ കുട്ടിക്കാലം മുതൽ പഠിച്ചു വെച്ചത് തന്നെയാണല്ലോ. പേടി ഉണ്ടായിരുന്നു വെച്ചാൽ പ്രണയിക്കാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങള് ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ആള് പാകിസ്ഥാനി ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആളറിയാതെയാണോ അപ്പൊ പോയി പ്രണയിച്ച? സ്ഥലം അറിയാതെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണ്, ഒരു 1 year മുന്നേ ഞാൻ ദുബായിലായിരുന്നു. ജോലി അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. ഞാനൊരു ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ജോലി അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു റിക്വസ്റ്റ് പോലെ വന്നതാണ് ആളുടെ മെസ്സേജ്. ആ സമയത്ത് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ഒന്നും എടുത്ത് നോക്കാറില്ല, ഇൻസ്റ്റയിലുള്ളതാണ്. അങ്ങനെ ശരി, ഫ്രണ്ട്സിനോട് ഞാൻ ഷെയർ ചെയ്തു. ഏതോ ഒരു പയ്യൻ, ഏതോ ഒരു ഇംഗ്ലീഷുകാരനാന്ന് തോന്നുന്നു, എനിക്കിങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു എടുത്ത് നോക്ക്, ഒരു എന്റർടൈൻമെന്റ് അല്ലേ. അപ്പൊ ശരി, ഒരു എന്റർടൈൻമെന്റിന് ഞാനും എടുത്തു. ഹായ് എന്നാണ് ആൾ ഇങ്ങോട്ട് അയച്ചത്. തിരിച്ച് ഞാനൊരു ഹായ് അയച്ചു. അതൊരു 2 ദിവസം അങ്ങനെ സംസാരിച്ചു. പക്ഷെ ഞങ്ങള് എന്താണ്, ഞാൻ ഇന്ത്യയാണ് അല്ലെങ്കിൽ ആള് പാകിസ്ഥാൻ, അങ്ങനത്തെ ഒരു ഡീപ്പ് കോൺവെർസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ശേഷം ആൾ എന്നോട് ചോദിച്ചു നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ദുബായിൽ തന്നെ ഉണ്ടെന്ന്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഫ്രണ്ട്സുകളായിട്ട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു പയ്യൻ വിളിക്കുന്നുണ്ട് മീറ്റ് ചെയ്യാൻ. അവര് പറഞ്ഞു ദുബായ് അല്ലേ, നിനക്ക് ഏത് നേരത്തും പോയിട്ട് മീറ്റ് ചെയ്യാം, ഒരു വിഷയമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരു ഫ്രണ്ടിനെ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് അവനെ മീറ്റ് ചെയ്യുന്നത്. സംസാരിച്ചു, ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് ഞാൻ അവനോട് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുക. കാരണം അവന് മലയാളം അറിയില്ല, ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എനിക്കൊട്ടും ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ചാൽ ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷ് എനിക്കറിയുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കേണ്ടത് വേർ ഈസ് യുവർ പ്ലേസ് എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഫ്രം പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. സത്യം ആ ഒരു സമയത്ത് എൻ്റെ നെറുകും തലയിൽ ബോംബിട്ടൊരവസ്ഥയായിരുന്നു. അത് ഞാൻ കേട്ടത് എണീക്കണോ ചായ കുടിക്കണോ ഇരിക്കണോ എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യന്ന് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അവനതൊരു ഇൻട്രസ്റ്റിംഗ് ആയി. ഓ, ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണോ, എനിക്ക് നീ പാകിസ്ഥാനിലാണല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു. ഞാൻ ശരി എന്നാന്നിട്ട് ആ ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ ഞാൻ റൂമിൽ പോയതാണ്. പിന്നെ എനിക്ക് അവനെ കാണരുത്, അങ്ങനെ ഞാൻ മെസ്സേജ് അയക്കില്ല, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്തപ്പോ അവര് പറഞ്ഞു ഇവിടെ എന്തായിരുന്നു ആ ഒരു പേടിക്കൊരു കാരണം? അഫ്കോഴ്സ് പാകിസ്ഥാനിയാണ്, എപ്പോ വേണമെങ്കിലും ഇനി ഞാൻ ഇരിക്കുന്ന അവിടെ കൊടുന്ന് ബോംബിടൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഇവനോട് സംസാരിച്ചു, ഇവൻ വല്ല ഭീകരവാദി ആയിരിക്കുമോ, ഇനി എന്നെ കണക്ട് ചെയ്തിട്ട് ഇവൻ എന്തെങ്കിലും നടത്താനുണ്ടാവുമോ, അങ്ങനത്തെയൊക്കെയോ ചിന്തയാണ് ഞാൻ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന പാകിസ്ഥാനികളെല്ലാവരും തീവ്രവാദികളാണെന്നാണ് നമ്മൾ പഠിച്ചു വന്നത്. സോ ഞാൻ കേട്ട് വളർന്നത്. അതെ, കേട്ട് വളർന്നത്. അപ്പൊ പിന്നെ ഞാൻ ഫ്രണ്ട്സുകളായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എടി ഞങ്ങൾക്കുണ്ട് ഇവിടെ ഇഷ്ടംപോലെ പാകിസ്ഥാനി ഫ്രണ്ട്സുകൾ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നീ അവനായിട്ട് സംസാരിക്ക്, പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കാനൊന്നും പോകണില്ലല്ലോ, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നു,
അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാന്ന്. 2 ദിവസം ഞാൻ മെസ്സേജ് അയച്ചില്ല. അവന് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ. ഞാൻ അപ്പോഴൊക്കെ നത്തിങ് കൊണ്ട് അവോയ്ഡ് ചെയ്യായിരുന്നു. പിന്നെ എന്തോ എനിക്ക് സംസാരിക്കണം, അവരിനെ കുറിച്ച് അറിയണം, സത്യത്തിൽ അവിടെ എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണം. നമ്മൾ കേട്ടറിഞ്ഞ പാകിസ്ഥാൻ അതന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ അവന് വീണ്ടും മെസ്സേജ് അയച്ചു, സംസാരിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങി. അത് കണ്ടിന്യൂസ് ആയിട്ട് കാണലായി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം പറയാം, ഐ ലവ് യു ടു അതൊന്നും ഇല്ല കേട്ടാ. സംഭവം ഞങ്ങൾക്ക് രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. അത് ഞങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഐ ലവ് യു അങ്ങനൊന്നും പറഞ്ഞില്ല. നോർമലായിട്ട് ഞങ്ങൾ ആ ഒരു ബന്ധം അങ്ങനെ മുന്നോട്ട് പോയി. അവന് പാകിസ്ഥാനിലെ ലാഹോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞ പോലെ ഞാൻ കേരളത്തിൽ പാലക്കാട് സെയിം വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു സ്ഥലത്താന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്, എങ്ങനെയാണ് അവര്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇപ്പം അവൻ ദുബായിൽ വന്നിട്ട് 1 year ആയി. അങ്ങനെ കുറേ സംസാരിച്ച് പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയായിരുന്നു താമസമൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ മാറി, ഞാനും അവനായിട്ട് ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ ഞാനൊരു 6 മാസത്തോളം ഉണ്ടായിരുന്നു ദുബായിൽ. ജോബ് അന്വേഷിച്ച് പോയാണ്, പക്ഷെ എനിക്ക് ജോബ് കിട്ടിയില്ല. പിന്നെ എൻ്റെ അനിയത്തി ദുബായിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പിന്നെ അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ താമസിച്ചത്. അതുകൊണ്ട് അങ്ങനെ ദുബായിൽ ഈ കല്യാണം കഴിക്കാത്തവർക്ക് ഒന്നിച്ച് താമസിക്കാനൊന്നും പറ്റില്ലല്ലോ. ലിവിങ് റിലേഷൻഷിപ്പ് ഒക്കെ അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ ഞാൻ കണ്ടിരുന്നത് നമ്മളിപ്പോ റൂം ഷെയർ ചെയ്തിട്ടൊക്കെ താമസിക്കാൻ അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ റൂമൊക്കെ ഷെയർ ചെയ്ത് താമസിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇരുന്നു. ആ സമയത്തൊന്നും അവനും പ്ലാനില്ല കല്യാണം കഴിക്കണമെന്ന്, എനിക്ക് ഒട്ടും പ്ലാനില്ല. കാരണം കല്യാണമൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സീനാവും എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. സോ 4th stage ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അതുകൊണ്ട് അവരിനെ വേദനിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം എന്ന് എനിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവനെ ഒട്ടും വിടണമെന്നുമില്ല. കാരണം അവൻ തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കെയറിങ് എന്ന് പറയണത് എൻ്റെ ആദ്യ ജീവിതത്തിൽ എവിടെയോ എനിക്ക് കിട്ടാതെ പോയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് അവൻ തന്നത്. ഷിബില ഓൾറെഡി മാരീഡ്? ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. എനിക്കൊരു മോനുണ്ട്, അവന് 8 വയസ്സായി. സോ എന്താണ്, അവിടെ ആയിരുന്നോ അതോ നാട്ടിലായിരുന്നോ? ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ അല്ല, മോന് നാട്ടിൽ തന്നെയായിരുന്നു. ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും കൂടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എപ്പോൾ മോനെ കൊണ്ടുപോയത്? പിന്നെ ഞങ്ങൾ തീരുമാനിക്കണം, ഓക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കാം, അതും ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് മോനെ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളിപ്പം ലീഗലായിട്ട് കല്യാണം കഴിച്ചു? കഴിച്ചു. അവിടെ വെച്ചിട്ട് തന്നെ? അതെങ്ങനെയായിരുന്നു അപ്രൂവ്? ആദ്യം ഫസ്റ്റ് ഞങ്ങളുടെ നിക്കാഹ് എഴുതുന്നത് February 3rd അല്ല, ഈ നിക്കാഹിന് വരെയുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാ നിങ്ങൾ 2 വീട്ടിൽ ഇതൊക്കെ? അപ്പോൾ ആദ്യം എന്ന് പറയണത് ഞാൻ വിസിറ്റ് എൻ്റെ തീർന്നു. ആ സമയത്തും ഞങ്ങൾ കല്യാണം അങ്ങനെയൊന്നുമില്ല. അവന് ഞാനും ഇവിടെ കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു. നമ്മൾ ഇത്ര ദിവസം ജീവിച്ചു, നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൾച്ചറൊക്കെ ഷെയർ ചെയ്തു. അവൻ്റെ നാട്ടിലത്തെ കാര്യം എൻ്റെ നാട്ടിലത്തെ കാര്യം ഷെയർ ചെയ്തു. എൻ്റെ ഫാമിലിത്തെ പ്രോബ്ലംസ് എന്നെ കുറേ സഹായിച്ചൊരു വ്യക്തിയും കൂടിയാണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനൊരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. പക്ഷെ എന്താണെന്നുള്ളത് ആൾ പറഞ്ഞില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആൾ വിളിച്ച് പറയാണ്, ഞാൻ നമ്മുടെ കല്യാണക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. അത് കേട്ടത് ഞാൻ ഷോക്കായി. ഇത് എപ്പോൾ എങ്ങനെ ആരോട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മുടെ ഉദ്ദേശിച്ചത് ആരിൻ്റെയാണ്? അപ്പോൾ നിൻ്റെയും എൻ്റെയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ആ സമയത്ത് ഞാൻ അവനോട് നോന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, യെസ് എനിക്കും താല്പര്യമാണ്. കാരണം ഒരു ചാൻസ് എങ്കിലും അവനെ കല്യാണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് അവൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ മറുപടി ഞാൻ അവന് പറഞ്ഞു. അവൻ വീട്ടിൽ അവതരിപ്പിച്ചു, ആദ്യത്തെ കല്യാണം കഴിഞ്ഞതാണ്, കുട്ടിയുണ്ട്. അതിനേക്കാളും വലിയ ബോംബ് അവൻ ഇട്ടതെന്ന് പറയുന്നത് ഇന്ത്യക്കാരിയാണ്, കേരളത്തിൽ നിന്നാണ്. അവർക്ക് ഇന്ത്യ എന്തെങ്കിലും അറിയാം, പക്ഷെ കേരളത്തിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഒരു നാടുണ്ട്, ഇങ്ങനെ ഒരു ഭാഷയുണ്ട്, ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് ചിരി വരുന്നത് എന്താണെന്ന് അറിയാം, പക്ഷെ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ സ്ഥിരം കേൾക്കുന്നത് എന്താണ്, മൊത്തം മോശമാണെന്നാണ്. പക്ഷെ അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതേ അറിയില്ല. അത് പാലക്കാട് ഓക്കെ മലയാളം, അത് ഏത് ലാംഗ്വേജ് ആണെന്നാണ് അവന് അറിയില്ല. അങ്ങനെ അവൻ്റെ വീട്ടിൽ സംസാരിച്ചപ്പോൾ 2 ദിവസം അവൻ്റെ ഉമ്മാക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ്റെ ഉമ്മാന്ന് ഇവനാണ് അവിടെ ഫിനാൻഷ്യലി എല്ലാം നോക്കി നടത്തുന്നത്. സോ അവൻ്റെ ഉമ്മാൻ്റെ വലിയൊരു ആഗ്രഹമാണ് മോനെ കല്യാണം അവരുടെ നാട്ടിൽ നല്ല രീതിയിൽ എല്ലാവരും ക്ഷണിച്ച് വിളിച്ച് കഴിക്കണം എന്ന്. പെട്ടെന്ന് മോൻ ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോൾ ഉമ്മാക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല.
പക്ഷെ അവൻ്റെ ബാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ കുട്ടി രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. സോ അവൾക്കൊരു മോനുണ്ട്. ആ മോനെയും നീ ആ പെൺകുട്ടിനെയും കണ്ണീരിലാക്കില്ല എന്ന് നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നീ അവളെ വിവാഹം കഴിക്കാമെന്ന് അവൻ്റെ ഇപ്പം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ ഇതിലാണ് ഞാനും ഇന്ന് ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നത്. അതേ വാക്കിൻ്റെ ഇതിലാണ് അവനും ഇന്ന് നിൽക്കുന്നത്. പേര് പറഞ്ഞില്ല ആളുടെ. പേര് റസ മുസ്തഫ എന്നാണ് ആളുടെ പേര്. ഇപ്പൊ ദുബായിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ദുബായിൽ തന്നെ ഉണ്ട്. നമുക്കത് വിളിച്ചാലാ? വിളിക്കാം. വിളി. നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെക്കുന്നത്. ഞാൻ പറഞ്ഞൊന്നുമില്ല, പക്ഷെ ആളതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, റെഡി ആയിട്ടിരിക്കണം. അവന് മലയാളം കുറച്ച് സുഖം പഠിപ്പിച്ചല്ലേ നമ്മൾ മലയാളം. നമ്മുടെ 1, 2, 3, 10 വരെ അവൻ എണ്ണും. പിന്നെ അടിപൊളിയായിട്ട് പാട്ട് പാടും മലയാളം. അതൊക്കെ പഠിപ്പിച്ചു വെച്ചു. നമ്മുടെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഫേവറേറ്റ് സോങ് ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നിലെ എല്ലിനാൽ എന്നുള്ള സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ആ പാട്ട് അവൻ അടിപൊളിയായിട്ട് പാടും. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിട്ട് ആ പാട്ടുണ്ടാവും. ഹലോ അഞ്ചി, എന്നെ പരിചയപ്പെടുത്ത്. There is a special guest. Here one special guest. Wait. Hi. My name is Sharanya. First of all, congratulations. Thank you very much. Actually, I don't know English. Also, I don't know. Shivla says she's all. It's okay, I also don't know. I heard about you will sing very well Malayalam songs. Not very well. Yeah, very well. She said that very well. Okay. Try to sing. Yeah, please sing that song. She likes Ennile Ellinal. Ennile Ennilal. Okay. Actually, I just woke up. I will try my best. ചിലപ്പം വൈഫിന്റെ ഇതൊക്കെ കണ്ടാലായിരിക്കും വരുന്നത്. ഇന്നിലെ അല്ലിനാൽ പാടച്ചെപ്പിന്നെ മുക്കത്തെ മണ്ണിലാക്കിയിരുന്ന പിന്നെ എന്നിലെ റൂഹിലെ പകുതിയല്ലേ എന്നിലെ നൂറാനി നീരൻ യാദല്ലേ എന്നിലെ ഇഷ്കത്തെ നൂറേ ആരും താനാരിയും നീയേ എന്നിലെ ഇഷ്കത്തെ നൂറേ ആരും താനാരിയും നീയേ എന്റെ കിതാബിലെ പിന്നെ Super. I think I spoiled some lyrics. It's No. okay. Actually, do you know the meaning of that song? Yeah, little bit lyrics I remember when I learned this song 6 months ago. So little bit I remember. It's about love between. ഓക്കെ, 6 മാസം മുന്നേ ശിവലേനെ കറക്കാൻ വേണ്ടി മാത്രം പഠിച്ച പാട്ടാണ് കക്ഷി. അതിൽ ആണല്ലേ, മാത്രമല്ല അതിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താ പറയാ, എന്നിനായി പടച്ച പെണ്ണേന്ന്. യു നോ എക്സാക്ട് മീനിങ്? I can't express it, but I know the concept of the song. It is the guys expressing their love. Yes, the guy is expressing love. എന്താ പറയാ, most beautiful and I don't know how to say. Yeah, that's why I tell this song. She's saying that's why she is telling this song. ഈശ്വര, ഇങ്ങനത്തെ ഇംഗ്ലീഷ് ഒന്നും കൊണ്ട് വരരുത്. ഞാൻ വേർത്ത് പോയി. ഞാൻ എന്തെല്ലാം ഇടി മേടിക്കേണ്ടി വരുമെന്നറിയാമോ? You guys are where in the park? We are in Palakkad Fort. We are in the park. Okay. My favorite Okay. place. His favorite place, Palakkad. Okay. Do you want to come to Kerala? I actually asked for the visa, but I think I need to go to embassy. But I really want to come Kerala as soon as possible because it holds a special place in my heart. Oh, such a lovable words. Now it's been around 6 months. I am
I'm very eager to come there and see the culture and everything. Also, I want to meet my in-laws, my mother-in-law, my Okay. father-in-law. Okay. So probably I will meet them in Dubai, but if I will meet them in Kerala, it would be More. totally different. Okay. Yes. Okay. Anyway, inshallah, the God will help you. Don't worry. Actually, I don't know how to others, but I accept you as a Mariman of Kerala. Do you know the Mariman? No problem. I will continue chat with Shibla. Okay. Okay. Thank you for giving a little bit moment. Thank you. So much. Nice talking to you. നൈസ് ടോക്കിംഗ് ടു യു ഓൾസോ. Inshallah, I will talk to you in person. ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. നിങ്ങൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഓക്കെ ബൈ. Okay. Bye. ബൈ. ഷിബില, ആ ഇനി ഇതുപോലൊരു ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ വരുന്നില്ല. ഞാൻ വല്ല പേയ്മെന്റ് കൊടുത്ത് വല്ല ആഗ്രഹം തെറ്റി ഞാനൊന്ന് വെള്ളം കുടിച്ചു. ഞാനൊരു ദൈവമേ പിന്നെ പാവം. ഈ 1 വർഷമായിട്ട് ഞാൻ വെള്ളം കുടിക്കണതോ. ഞാൻ സാധാരണ സ്കൂളിൽ മലയാളം എടുത്തി പഠിച്ചു വന്ന ആളാണ്. ഇവനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഗൂഗിളിന്റെ സഹായം വരെ തേടിയിട്ടുണ്ട്. ഗൂഗിൾ പറയും മേലിൽ നീ വന്നു പോകരുത്. പക്ഷേ പിന്നെ അവനില്ലേ, ഞാന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും കൂട്ടത്തിൽ എനിക്കില്ലേ അതെ അല്ലേ ഇങ്ങനെ നമ്മുടെ മലയാളം കയറി വരുമല്ലോ. സോ അവന് എന്ത് സംസാരിക്കലും അവനിപ്പോ മനസ്സിലാവും ഞാൻ എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവന്. ആക്ച്വലി നമ്മൾ എപ്പോഴും പറയാം പ്രണയത്തിന് ദേശമോ ഭാഷയോ മതമോ ഒന്നുമില്ല, ജാതി മതം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ആരൊക്കെ കൂടി ക്രിയേറ്റ് ചെയ്ത് ഇവരെയൊക്കെ പിരിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ലാംഗ്വേജ് അല്ല, നമ്മളുടെ ആ ഒരു നമ്മുടെ കണ്ണിലുണ്ട് പ്രണയം, പിന്നെ നമ്മുടെ എന്താ പറയാ ചുണ്ടിലുണ്ട്, നമ്മുടെ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ എന്നാണേലും കക്ഷിയെ കാണാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ആദ്യം വിളിച്ചപ്പോ ഡ്രസ് ഒന്നും ഇടാണ്ട് 5 മിനിറ്റ് തരാൻ പറഞ്ഞു കിടന്നുറങ്ങാണ്. പക്ഷെ നന്നായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട് പുള്ളിക്ക്. എനിക്ക് ആ എന്നിലായി പടച്ച പെണ്ണേ എന്നുള്ളത് എനിക്ക് അതിന്റെ ഇംഗ്ലീഷ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ദൈവം നിനക്ക് വേണ്ടി സൃഷ്ടിച്ചവളാണ് എന്ന് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഏകദേശം മനസ്സിലായി എനിക്ക് വേണ്ടി പഠിച്ചതാണ്. അല്ല, എന്നോട് പറഞ്ഞു കേരളത്തിലേക്ക് വരണം എന്നുള്ളത്. അതായത് അവരെ ദുബായിലേക്ക് കൊണ്ടുപോയി കാണണം എന്നാണ്. കൊണ്ടുപോയി കാണുന്നതിൽ നല്ലത് കേരളത്തിൽ വന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ വരുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ കൾച്ചർ അറിയാനുണ്ട്. മാത്രമല്ല 6 മാസമായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ 6 മാസമായിട്ട് ഇവിടെയാണോ? ആക്ച്വലി അവന് 6 മാസമായിട്ട് വെയിറ്റിംഗ് മീൻസ് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു സമയം തൊട്ട് അവൻ വെയിറ്റിംഗ് ആണ് എനിക്കിനി എന്ന് വരാൻ പറ്റും കേരളത്തിലേക്ക്. പക്ഷെ അതിന് കുറെ ലീഗലായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് വരാൻ പറ്റിയൊരു ഫോറിനർ അല്ലല്ലോ അവൻ. സോ ഞങ്ങള് ഇൻഷാല്ലാ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അതിനാദ്യം നമ്മൾ ഫാമിലി വിസ റെഡിയാക്കണം. അതിന് ശേഷം ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ വെക്കും. അപ്പൊ ശിവ നമ്മള് ഇപ്പം ലാഹോറിലെ വീട്ടിലെ കാര്യം പറഞ്ഞു. ലാഹോറിലെ വീട്ടില് അവിടുത്തെ അച്ഛനും അമ്മയും സമ്മതിച്ചു. അപ്പൊ ആ മറ്റേന്താ പറയാ നമ്മള് ഇവിടെ തമാശ രൂപേണ പറഞ്ഞ അവിടത്തെ ബോംബ് ചീറ്റിപ്പോയി, പൊട്ടിയില്ല. അവൻ അവിടെ ഇടാൻ ഉദ്ദേശിച്ച ബോംബ് സത്യം പറഞ്ഞാല് പൊട്ടുന്നു വിചാരിച്ചു. പക്ഷെ അവരത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഓക്കെ. അപ്പൊ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വന്നാല് വീട്ടില് എന്റെ വീട്ടിലാണോ? എൻ്റെ വീട്ടിൽ ആക്ച്വലി എൻ്റെ ഉപ്പയും ഉമ്മയും ഒരു ബോംബ് ഇടുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ നേരെ മറിച്ച് അവരും അത് വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത്. കാരണം ആദ്യത്തെ മാരേജ് അവരുടെ നിർബന്ധപ്രകാരം ഉണ്ടായ ഒരു മാരേജ് ആണ്. സോ അതിൽ ഞാൻ സക്സസ് ആയിട്ടില്ല. എനിക്ക് പകുതിയിൽ തന്നെ അതിൽ നിന്ന് മടങ്ങി വരേണ്ട ഒരു അവസ്ഥ, ഒരുപാട് സ്ട്രഗിള്, ബുദ്ധിമുട്ട്, ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ കടന്നു പോകുമ്പോൾ ഇവരിത് കാണുന്നുണ്ടല്ലോ. സോ എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇനി നീ ഒരു ലൈഫ് ചൂസ് ചെയ്യണമെങ്കിൽ ആ ലൈഫ് നിന്നെയും നിൻ്റെ മോനെയും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ലൈഫായിരിക്കണം നീ ചൂസ് ചെയ്യേണ്ടത് എന്നൊരു വാക്ക് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ തരാൻ പറ്റിയൊരു വ്യക്തി ഇവനാണ്. കേരളത്തിൽ വേറെ പയ്യന്മാരില്ലാണ്ടല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി നമുക്കൊരാളിനോട് ഇഷ്ടം തോന്നുക, നമ്മളോടൊരാൾ ഇഷ്ടം തോന്നുക, ആ ഒരു വ്യക്തിനല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആരോ ഒരാൾ റോട്ടിൽ കൂടെ പോയി ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അങ്ങനെ തീരുമാനിച്ച് ഞാൻ പറഞ്ഞു. ആളുടെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അധികം ലോകപരിചയം ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എന്തൊക്കെയോ എവിടെയൊക്കെ അറിയാം, ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകരവാദികളാന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരെയും പോലെ എൻ്റെ ഉമ്മാക്കും അറിയാം. പക്ഷെ ഉപ്പാക്ക് ഇത്തിരി നോളേജ് ഉള്ളതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത്, നീ രാജ്യം അത് വിട്, നിനക്ക് അവനോടുള്ള ആത്മാർത്ഥത സ്നേഹമാണോ തിരിച്ച് അവനോടുമാണോ, എനിക്കൊറ്റ വാക്ക് നീ തരണം, നമ്മുടെ മോനെ നിന്റെ ഭർത്താവ് പൊന്നു പോലെ നോക്കണം.
കുഞ്ഞിനെ. കാരണം നീ ഇത്ര ഇയർ നീ കല്യാണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കണമെങ്കിൽ. കുഞ്ഞിന് എത്ര വയസ്സുള്ളപ്പോഴാണ്? ആക്ച്വലി ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ആഫ്റ്റർ 3 months ആയപ്പോഴേ തുടങ്ങിയതാ പ്രശ്നം. 1 month കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയി. ആള് ദുബായിൽ പോയി. ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഒത്തുചേരുന്നില്ല. കാരണം അന്ന് എനിക്ക് 18 വയസ്സുള്ളൂ. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ എനിക്ക് മെച്ചൂർഡ് ആയിട്ടില്ല. ആക്ച്വലി ഒരു വലിയ കുടുംബത്തിൽ എങ്ങനെ പോയിട്ട് പെരുമാറണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഏത് രീതിയിൽ നിൽക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളൊരു ചെറിയ അണുകുടുംബമായിട്ട് ജീവിച്ചിട്ട് വലിയൊരു കുടുംബത്തിൽ പോയൊരു ബുദ്ധിമുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊക്കെ ഉണ്ടായിരുന്നു. സോ എൻ്റെ ഉപ്പ പറഞ്ഞതാണ്, ഇനി നീ പോകുന്ന ലൈഫ് നല്ല പോലെ നമ്മുടെ മോനെ അവൻ നോക്കാൻ അതായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അവൻ എന്നെ നോക്കിയില്ലെങ്കിൽ ഹാഷിമിനെ നോക്കും. കാരണം അത്രക്ക് ഇഷ്ടമാണ് ഹാഷിമിനെ അവന്. കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങള് ഇപ്പോ 4 മാസമായിട്ട് ഞാനും മോനും അവിടെ തന്നെയാണ്. 4 മാസം കല്യാണം. അപ്പം ഈ കല്യാണം വീട്ടുകാർ ഇവിടെ നാട്ടിൽ തിരിച്ചു വന്നല്ലോ, തിരിച്ചു വന്നിട്ടാണല്ലോ കല്യാണം ഉറപ്പിച്ചെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ കക്ഷി തന്നെ വിസ എടുത്ത് കൊച്ചിനെയും ഞങ്ങൾക്ക് 2 പേർക്കും വിസിറ്റ് തന്നു. കാരണം നമുക്കിനി മാരേജ് എന്തായാലും പാകിസ്ഥാനിൽ നടക്കില്ല, ഇന്ത്യയിൽ നടക്കില്ല. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, അവൻ ഇങ്ങോട്ടും വരാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. സോ അതിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇടയിലുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ UAE ആയിരുന്നു. സോ അവിടെ പോയി ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയത് എന്താ പറയുക, ഉമ്മാന്റെ ഉപ്പാന്റെ സമ്മതപത്രമാണ്. കാരണം നമ്മൾ നിക്കാഹ് ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ശരിക്കും ഉപ്പ വേണം. ഉപ്പയാണല്ലോ കൈപിടിച്ച് കൊടുക്കുക. പക്ഷെ അന്ന് എൻ്റെ ഉപ്പാക്ക് പാസ്പോർട്ട് ഇല്ല, ഉപ്പാക്ക് വരാൻ പറ്റിയ സാഹചര്യമില്ല. കാരണം ഉമ്മ ഇവിടെ വെയ്യാതെ കിടക്കാണ്, ഉമ്മാന്റെ കൂടെ ആരെങ്കിലും വേണം. സോ അവിടെ എന്ന് പറഞ്ഞാൽ ആണിന്റെ ഭാഗത്തുനിന്ന് ഇവന്റെ മാത്രം സമ്മതം മതി, അങ്ങനെയാണ്. പെണ്ണിന്റെ ഭാഗത്തുനിന്നാണ് ഉപ്പാന്റെ സമ്മതം വേണ്ടത്. അപ്പൊ ഇവരുടെ സമ്മതപത്രം ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് അവരുടെ ഒപ്പും വാങ്ങിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് ഓൾറെഡി ഡിവോഴ്സ് ആയിരുന്നല്ലോ ഞാൻ, അപ്പൊ അതിന്റെ കുറച്ച് പ്രൂഫും കാര്യങ്ങളും നമുക്ക് വേണം. അങ്ങനെ കൊണ്ടുപോയി ദുബായിലുള്ള ഒരു പള്ളിയിൽ ഉള്ള ഇമാമിനെ വെച്ചിട്ടാണ് എൻ്റെ നിക്കാഹ് കഴിയുന്നത്. അവന്റെ ഭാഗത്തുനിന്ന് കുറച്ച് റിലേറ്റീവ്സ്, അവന്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ, അവരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, എൻ്റെ ഓൺ സിസ്റ്റർ അവിടെ ഉണ്ട്. സോ അവളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് February 3 നിക്കാഹ് കഴിയുന്നത്. February 3 അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഒരു വില്ലേക്ക് എടുത്ത് താമസിക്കുന്നത് ദുബായ് തന്നെയാണ്. പിന്നെയാണ് നമുക്ക് ഫാമിലി വിസയൊക്കെ ഇടണം, കാരണം മോന്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് June 26 ഞങ്ങൾ അബുദാബി കോർട്ടിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണത്. അങ്ങനെ ഇപ്പൊ ലീഗലി ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. നിങ്ങൾ ജൂണിന് ശേഷമാണ് തോന്നുന്നു നിങ്ങൾ ശരിക്കും പുറത്ത്. നമ്മുടെ ഇസ്ലാം മതപ്രകാരം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായി. നിക്കാഹാണല്ലോ ഞങ്ങളുടെ ഏറ്റവും പ്രധാനം. അപ്പൊ അത് കഴിഞ്ഞിട്ട് 6 മാസമായി. പക്ഷേ നമ്മുടെ ഈ നിയമപ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 1 month ആയിട്ടുള്ളൂ. June 26 1 month ആയിട്ടില്ല. മോന് എങ്ങനെയുണ്ട് അച്ഛനുമായിട്ട്? ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അവനും മലയാളമാണ് സംസാരിക്കുക, അവൻ ഇംഗ്ലീഷ് എന്താന്ന് പോലും അറിയില്ല. നമ്മൾ സ്കൂളിൽ ABCD പഠിപ്പിച്ചെടുത്തിട്ടുള്ളൂ, ഇന്ന് വായിക്കാൻ അവനായി. പക്ഷേ ഇവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എങ്ങനെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുപെടുന്നുണ്ട്. എൻ്റെ മോൻ എങ്ങനെ അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇവര് ചേരുവോ, അതോ അവൻ എന്നോട് പറയുമോ, ഉമ്മ നമുക്ക് ഈ പപ്പാനെ വേണ്ട പറയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു. നോക്കുമ്പോൾ ഇവര് 2 പേരും എന്നെക്കാളും കണക്ഷനായി. അവൻ ഇംഗ്ലീഷ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, കാരണം അവൻ ഡെയിലി പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് സംസാരിക്കാൻ. ഇപ്പൊ എന്നെക്കാളും കണക്റ്റ് ആണ് ഇവർ 2 പേരും. അവരുടെ നാട്ടില് ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡിന്റെ വീട്ടില് മൊത്തം 6 പേരാണ്. ഉപ്പാനും ഉമ്മാനെയും കൂട്ടാതെ 6 പേരാണ്. ആങ്ങള പെങ്ങന്മാര്, 3 പെങ്ങളും 3 ആങ്ങളെയാണ്. ഇവന് 5ാമത്തെയാണ്. 6ാമത് ഇന്നൊരു ആങ്ങള കല്യാണം കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് അവർ സെറ്റിൽഡ് ആണ്. അവർക്കൊക്കെ എങ്ങനെയായിരുന്നു? ആക്ച്വലി അവരുടെ വീട്ടിലുള്ള ഈ മക്കൾക്ക് അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഇതിനോട് വലിയ എതിർപ്പോ അയ്യോ ഇവൻ എന്താ ചെയ്ത് അങ്ങനെയൊന്നുമല്ല. കാരണം അവരറിയാം റസ എന്ന് പറഞ്ഞ വ്യക്തി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അവൻ എടുക്കുന്ന തീരുമാനം നല്ലതായിരിക്കുമെന്ന് അവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മ അപ്പ എന്ന് പറഞ്ഞാൽ അവര് വയസ്സായ ആൾക്കാരാണ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം വീഡിയോ ഇട്ടിരുന്നു ഇങ്ങനെ ഞാൻ പാകിസ്ഥാനിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരുപാട് കമന്റ്സ് ഒക്കെ അതിനകത്ത്. അയ്യോ, കമന്റ്സ് മാത്രമേ ഉള്ളൂ, അത് നെഗറ്റീവ് കമന്റ്സ് ആണ്. ഇപ്പൊ 100% 99 നെഗറ്റീവ് കമന്റ്സ് ആണ്. എന്തായിരുന്നു ഈ കമന്റ്സ്? നിനക്കൊക്കെ പോയി ചത്തൂടടി, നീ ഒരു തീവ്രവാദിനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഒരു പച്ചനെ കെട്ടി, ഇനി നീ ഇവിടെ തീവ്രവാദം തുടങ്ങും, ഇനി അടുത്ത യുദ്ധത്തിനുള്ള തുടക്കം നീ കുറിച്ചു, ഇങ്ങനെയുള്ള ഓരോ ബാഡ് കമന്റ്സ് ആണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും നമുക്ക്? പറ്റും, നമുക്ക് പറ്റും. എന്റെ ഹസ്ബൻഡ് അവിടെ ഇരുന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആള് വായിക്കലുണ്ട്. അതെങ്ങനെയുണ്ട്? പുള്ളി എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ആക്ച്വലി
നെഗറ്റീവ് കമൻസ് ബാധിക്കണത് എന്നെയാണ്. അപ്പം ഞാൻ അവനോട് എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് കണ്ടാൽ നോക്ക് റസ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ അവൻ പറയും നീ പോസിറ്റീവായിട്ടിരിക്കുക, നീ എന്തിനാ ഈ നെഗറ്റീവ് കമൻസിന് നീ ഇത്രത്തോളം ഇതാക്കാൻ നിൽക്കണം, നീ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും പ്രണയിച്ചത് ഇപ്പോൾ മറ്റുള്ളവരുടെ തീരുമാനത്തിലല്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി, നമ്മൾ അവിടെ ജാതിയോ മതമോ വേഷമോ ഒന്നും നോക്കിയിട്ടില്ല. സോ നീ ഈ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്, നീ അതിൽ ആലോചിച്ച് ടെൻഷൻ ആവണ്ടെന്ന് പറയും. മുസ്ലിം അല്ലേ, തട്ട വിട്ട് ഞാൻ കണ്ടില്ല. ആക്ച്വലി ഒരു 8 year മുന്നേ ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടൊരു കുട്ടിയാണ്. തട്ടൊക്കെ ഇട്ട് ഷാളൊക്കെ ഇട്ട് പർദ്ദയൊക്കെ ഇട്ട് അങ്ങനെ ഒരു, കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെയാണ്. പക്ഷേ അത് നിന്ന് ഞാൻ ഡിവോഴ്സായി വന്നതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ ലോകം എന്താണ്, നമുക്കിവിടെ എത്രത്തോളം ഫ്രീ ആയിട്ട് ജീവിക്കാം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞാൻ മേക്കപ്പ് കോഴ്സ് എടുത്ത് പഠിക്കുകയും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുകയും ചെയ്തു. ഒന്നുകൂടെ ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങി, ലോകത്തിനെ ഒന്നുകൂടെ കാണാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലായി എൻ്റെ ഇഷ്ടമാണ് ആക്ച്വലി ഞാൻ എന്ത് ധരിക്കണം, എവിടെ പോകണം, എന്ത് കഴിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എൻ്റെ ഫ്രീഡം ഇരിക്കുന്നത്. അല്ല ഇപ്പൊ പോലും അത് പറയുമ്പോൾ പേടിയുണ്ടോ? കാരണം ആക്ച്വലി ഇപ്പം എനിക്ക് പറയുമ്പോൾ എനിക്ക് പേടിയില്ല എന്ന് ഞാൻ സത്യം വേണമെങ്കിൽ പറയാം. എന്താ പറയുക, ആദ്യം എനിക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഇത്രയും മാറിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേടിയില്ലായ്മയാണ്. പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മാറാൻ വേണ്ടി കഴിയില്ല. അവരെപ്പോഴും പേടിച്ചോണ്ട് തന്നെയല്ലേ. അപ്പോഴും മതത്തിന് അടിസ്ഥാനമായി ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് വീട്ടിൽ നിന്നോ? എൻ്റെ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് അവര് നല്ല മതപരമായിട്ട് ജീവിക്കുന്ന 2 വ്യക്തികളാണ്. അതിനുള്ളിലാണ് ഞാനും വളർന്നത്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് മതത്തിന് ഞാൻ കുറ്റം പറയില്ല. ഇപ്പം ഞാൻ ഈ മതത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ലല്ലോ. അവിടെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഫ്രീഡം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. സോ ഞാൻ എൻ്റേതായിട്ടുള്ള ഫ്രീഡത്തിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് മാരേജ് പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഒരു കുട്ടി സ്വന്തം മകളെയും ഒരു കയറിൽ കുരുക്കും മേടിച്ചത്. അതായത് സ്ത്രീധനമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നിങ്ങളുടെ ഇതിൽ ഇപ്പം പാകിസ്ഥാന്റെ ഇതില് അവർ കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെയായിരുന്നു ആചാരങ്ങൾ, ഇങ്ങനെ സ്ത്രീധനം കൊടുക്കണമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നോ? ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ആക്ച്വലി അവരുടെ നാട്ടിൽ കല്യാണം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ ഞങ്ങളുടെ എന്ന് പറയണത് അവിടെയല്ല ഇവിടെ അല്ലാത്തൊരു സിറ്റുവേഷനിലുള്ളൊരു മാരേജ് ആയിരുന്നല്ലോ. വളരെ ചുരുങ്ങിയ രീതിയിലുള്ളൊരു മാരേജ് ആയിരുന്നു. പക്ഷെ മെഹർ എന്ന് പറയുന്ന സംഭവം ഞങ്ങളുടെ അതിലുണ്ട്. അതിപ്പോൾ പാകിസ്ഥാനാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മെഹർ എന്നുള്ള സംഭവം, മെഹർ എന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തിന്റെ ഒരു സ്ത്രീധനമല്ല. ആക്ച്വലി അത് ഈ കുട്ടിയെ ഇങ്ങനെ ഒരാൾ സ്വീകരിക്കുന്നു, അതിനുള്ള ഒരു സംഭവമാണത്. നമ്മൾ മെഹർ ഗിഫ്റ്റ് എന്ന് പറയില്ല, ആ സംഭവമാണ് ഈ മെഹർ. നമ്മുടെ കേരളത്തിൽ മെഹർ എന്ന് പറയുമ്പോൾ അധികവും സ്വർണ്ണമായിട്ടാണ് കൊടുക്കുക. പക്ഷെ അവരുടെ നാട്ടിൽ മെഹർ എന്ന് പറയുന്നത് പെണ്ണിന്റെ, അത് പറഞ്ഞാൽ പെണ്ണ് എത്രയാണോ ഒരു എമൗണ്ട് പറയുന്നത് ആ എമൗണ്ട് ആണ് അവർ മെഹറായിട്ട് കൊടുക്കുക. അവരവിടെ നമ്മളെ പോലെ ഇങ്ങനെ താലി ഇല്ല. താലിയില്ല. ഇത് നമ്മളിപ്പോ ഇതിന് മെഹർ എന്ന് പറയും, ഇത് അവരുടെ നാട്ടിലില്ല. പക്ഷെ എനിക്ക് ഒറ്റ നിർബന്ധമാണ്, എനിക്ക് മെഹർ വേണം, പൈസ എനിക്ക് വേണ്ട. കാരണം പൈസ നമുക്കാണ് തരേണ്ടത്. അവരുടെ ഇപ്പൊ കല്യാണ പെണ്ണ് പറയും എനിക്കിപ്പോ 1 ലക്ഷം വേണം അല്ലെങ്കിൽ 2 ലക്ഷം വേണം എന്ന് പറഞ്ഞാല് അത് ആണിന്റെ ആളുകൾ കൊടുക്കണം. അതാണ് അവരുടെ മെഹർ. ഇതുപോലെ താലി അല്ല അവരുടെ മെഹർ, നേരെ തിരിച്ചാ. അങ്ങോട്ട് കൊടുക്കണം. പെണ്ണ് പറയും ആണ് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ എനിക്ക് വേണ്ട, കാരണം അതിന് എൻ്റെ കയ്യിൽ ഒരു വാല്യൂ ഇല്ല. കാരണം നീ പൈസ തന്നു കഴിഞ്ഞാൽ അതൊരു 5 ദിവസം കൊണ്ട് ഞാൻ ചെലവായി കഴിഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? പക്ഷെ നീ എനിക്ക് മഹർ ഇട്, അതെന്റെ കഴുത്തിൽ കിടക്കും. അപ്പൊ എനിക്ക് എന്നും അത് നോക്കാം, എന്റെ ചെക്കൻ കെട്ടിയ താലിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ മെഹർ ഇതിടുന്ന സമയത്ത് അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം അവര് ഇതെന്താ മംഗൾസൂത്രം, ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ ആയിരുന്നു അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അറിയില്ല ഇതെന്താണ്. പിന്നെ ഞങ്ങൾ താലി എന്നേരപ്പം അവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇത് ദുബായിൽ തന്നെ വാങ്ങിച്ചു. ഞങ്ങൾ ദുബായിൽ തന്നെ. ഇത് മുസ്ലിംസിന്റെ താലിയാണോ? മുസ്ലിംസിന്റെ അല്ല, ഞാൻ പറഞ്ഞു ഹാർട്ട് വേണമെന്ന്. അപ്പൊ അവനൊരു ഹാർട്ട് വാങ്ങിയിട്ടു. എല്ലാത്തിലും തന്നെ എല്ലാം ഉണ്ട്. മതപരമാണോ? മതപരമാണോ? നമുക്കുടെ ആഗ്രഹം കൊണ്ട് അതിനകത്തുണ്ട്. അല്ല എനിക്കറിയില്ല, ഞാൻ അധികം മുസ്ലിം കുട്ടികളുമായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ല, കണ്ടിട്ടുമില്ല താലിയോ മാലയൊന്നും. അതുകൊണ്ടാണ്. പിന്നെ ഈ വീട്ടുകാര് ഇപ്പൊ ഇങ്ങനെ ഇടുന്നതിന് അവിടെ അപ്പൊ ആ സമയത്ത് ചുമ്മാ ഇടുവാണോ ചെയ്യുന്നത്? മാല മാത്രമാണോ അവര് ഇപ്പൊ നമ്മുടെ ഇമാം നിക്കാഹ് കഴിച്ചെന്ന വ്യക്തി ചോദിക്കും എന്താണ് മെഹറായിട്ട് നീ കൊടുക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ഇത് എത്ര പവനാണോ അല്ലെങ്കിൽ എത്ര ഗ്രാമാണോ അത് പറയണം. ഇത്ര പവനിൽ ഇത്ര ഗ്രാമിൽ ഞാൻ അവൾക്ക് കൊടുക്കുന്നു എന്നുണ്ട്. എന്നിട്ട് അവർ അപ്പത്തെ നമ്മുടെ കഴുത്തിൽ ഇട്ടുതരും. ഓക്കെ. എന്നാലും ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഈ അതിർത്തികൾ താണ്ടിയുള്ള കേരളത്തിലെ ശ്രീജയും തൈമൂറും ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാല് ഞങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വെറീഡായിരുന്നു.
പ്രണയിക്കുന്നത് പോലും തെറ്റാവോ, ഇങ്ങനെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു ആരെങ്കിലും പ്രണയിച്ചവരുണ്ടോന്ന്. അങ്ങനെ കുറേ പേരൊക്കെ, നമ്മുടെ സാനിയ മിർസ പാകിസ്ഥാനിലാണല്ലോ കല്യാണം കഴിച്ചിട്ടുള്ളത്. സോ അത് ഫസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു ന്യൂസാണ് നമ്മുടെ തൈമൂറിന്റെയും ശ്രീജന്റെയും. അപ്പൊ എനിക്ക് സന്തോഷമാണ് ആക്ച്വലി. അപ്പൊ ഉണ്ട്, കേരളത്തിൽ ഇങ്ങനെ ഉണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയതിനു ശേഷം എനിക്ക് സന്തോഷമാണ്. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേരളത്തിലും. അപ്പൊ എനിക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു. എങ്ങനെയായിരുന്നു ഇപ്പം നമുക്ക് എങ്ങനെയായിരുന്നു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഇത് എന്താണെങ്കിലും നമുക്ക് ഇപ്പൊ നമ്മൾക്ക് ഇന്ത്യ എന്നുള്ളൊരു ഇത് നിൽക്കുകയും അപ്പുറത്ത് അതേ സ്ഥാനത്ത് ഇവര് പ്രതിസ്ഥാനത്ത് ഇല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു പാകിസ്ഥാനിൽ നിൽക്കുമ്പോ എങ്ങനെയായിരുന്നു ഷിബിലേക്ക് തോന്നിയത്? ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രശ്നം തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് പാകിസ്ഥാനാണ്. എനിക്ക് വേറെ ആരത്ത് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് അവൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ശരി എവിടെയാണോ അവിടെ ഞാൻ ഉണ്ടാവും, തെറ്റ് എവിടെയാണോ അത് ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. അതിപ്പോ ഞാൻ പാകിസ്ഥാനിലാണെന്ന് കരുതി എനിക്കിപ്പോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തെറ്റ് നടന്നിട്ടുള്ളത് പാകിസ്ഥാനിലാണ്. സോ ഞാൻ അവരിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എത്രയോ പാവങ്ങൾ ഒന്നും അറിയാത്ത ആളുകളാണ് അന്ന് മരിച്ചത്. സോ അതിലാ ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമിക്കുക. അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വീട്ടുകാരൊക്കെ പിന്നെ നമ്മള് ബന്ധുക്കളിലേക്ക് വരുമ്പോൾ, കാരണം അതും നമ്മളുടെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് വിവാഹം പോലുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു ആൾക്കാരെ പറഞ്ഞ്? ആക്ച്വലി എൻ്റെ ഉമ്മാന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിയാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ ഉപ്പാന്റെ ഫാമിലി എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയണം, ഞാൻ ഈ രണ്ട് ഫാമിലിന് ഞാൻ കൂട്ടും പിടിക്കുന്നില്ല. ഇതുവരെ ഞാൻ കൂട്ടു പിടിച്ചിട്ടുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ മാരേജിന് ശേഷം അതിലുണ്ടായ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ഒഴിവാക്കിയതാണ് ഈ പറഞ്ഞ രണ്ട് കുടുംബം. ഉമ്മാക്ക് പേഴ്സണലി അവരിനായിട്ട് ഉമ്മാൻ്റെ ഫാമിലിയായിട്ട് ബന്ധമുണ്ട്. പക്ഷേ എനിക്കില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അവരിതുവരെ ഞങ്ങളെ ഒരു നന്നായിട്ട് കാണണമെന്നോ നല്ല രീതിയിൽ ജീവിക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. അതെന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ അവരുടെ അടുത്ത് നെഗറ്റീവ് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇത്രയും കാലം കല്യാണം കഴിക്കാതിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഏതാ സെറ്റപ്പ് എവിടെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ടോക്കാണ് കുടുംബത്തിൽ നിന്ന് വന്നതും ഞാൻ കുറേ കേട്ടിട്ടുള്ളതും. അപ്പം ശരി, ഇഷ്ടപ്പെട്ടൊരു വ്യക്തിനെ കണ്ടെത്തി അയാളെ വിവാഹം കഴിച്ചപ്പോൾ അവള് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ പാകിസ്ഥാനിൽ നിന്ന് എവിടെ നിന്ന് ഒരുത്തൻ, അങ്ങനെയാണ്. അല്ലാതെ അവർ നമ്മുടെ അടുത്ത് വരികയെ നമ്മളോട് ചോദിക്കുക ഇങ്ങനെ ഒരു കല്യാണം എങ്ങനെ ഉണ്ട്, നിന്റെ ലൈഫ് ഇപ്പം നീ ഓക്കെ അല്ലേ, മോൻ എന്ത് ആരും അങ്ങനെ ചോദിക്കാൻ വന്നിട്ടില്ല, ഇനി അങ്ങോട്ട് ചോദിക്കില്ല. അങ്ങനെയാണ്. ഹസ്ബൻഡിന്റെ വീട്ടില് 3 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന്. അതെ, എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് മതപരമായ രീതിയിലാണ് വളർത്തുന്നതെന്ന് പറയുന്നത്. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അവരൊക്കെ എങ്ങനെയാണ് നമ്മളെ നോക്കിക്കാണുന്നത്? ഇന്ത്യക്കാരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്ച്വലി അവർ നമ്മളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ്. കാരണം ഒന്നാമത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള 3 പെൺകുട്ടികളും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഒരാൾ നേഴ്സാണ്, ഒരാൾ ടീച്ചറാണ്. സോ 3 പേരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ആക്ച്വലി എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ എനിക്കാണ് പേഴ്സണലി ഫീൽ ചെയ്യുകയോ ഞാൻ എത്ര എഡ്യൂക്കേറ്റഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം +2 വിദ്യാഭ്യാസമല്ലേ എനിക്കുള്ളൂ. അവർ ഭയങ്കര പൊളൈറ്റായിട്ടാണ് അവർ സംസാരിക്കുക. എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഇതുപോലെയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ടുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരാളെ ഹാം ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ഒന്നും ഒരു വർത്താനം പറയില്ല. അവരുടെ ഉപ്പയും ഉമ്മയും അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ലെസൺ ആയിരിക്കാം ചിലപ്പോൾ അത്. അവർ വളരെ മാന്യമായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ റസ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പറഞ്ഞ സമയത്ത് അവൻ്റെ ഒരു സിസ്റ്റർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ എന്താ പറയാ, വളരെ സൗഹൃദത്തോടെയാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അനിയന് നിന്നെ പോലെ ഒരു പെൺകുട്ടിനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കില്ല. സോ നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തായാലും ഉണ്ടാവും. കാരണം നമ്മുടെ ഫാമിലീസ് എന്ന് പറയുന്നത് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ളതാണ്. സോ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവും, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നാണ് അവരുടെ സിസ്റ്ററൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു 1-2 വാർത്തകളിൽ മാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ വരുമ്പോൾ കമന്റ്സ് വരാൻ ഒരുപാട് തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. അപ്പം എങ്ങനെയായിരിക്കും അവരോട് ഇപ്പോഴേ ഒരു മറുപടി കൊടുത്താൽ പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നു? ആക്ച്വലി എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ ഇടട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ
നമുക്ക് ആരിനോട് പറയാൻ പറ്റില്ല എന്ത് നിങ്ങൾ എൻ്റെ വീഡിയോസിന് ഇങ്ങനത്തെ കമൻറ്റേ ചെയ്യാൻ പാടുള്ളൂ. കാരണം സമൂഹത്തിന് നമുക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ മാറിയത് തന്നെ ഇത്രയും വർഷങ്ങളുടെ ഗ്യാപ്പിലാണ്. ഇതിന് മുന്നേ ഞാനും ഒരുപാട് നെഗറ്റീവ് കാണുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കറിയാം. അന്ന് ഞാൻ പോസിറ്റീവായുള്ള കാര്യങ്ങളെയാണ് ഞാൻ നെഗറ്റീവായിട്ട് കണ്ടിരുന്നത്. ഇന്ന് എനിക്ക് മനസ്സിലാവും ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാണ്. സോ അതുപോലെ ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. ഇപ്പൊ അവരിപ്പോ എന്റെ വീഡിയോസിൽ വന്നിട്ട് താഴെ കമന്റ് ഇടാനുള്ള മെയിൻ കാരണം, നെഗറ്റീവ് കമന്റിന്റെ മെയിൻ കാരണം എന്റെ ഹസ്ബൻഡ് പാകിസ്ഥാനി ആയതാണ്. സോ അവർക്ക് അറിയില്ല, അവരിപ്പോ ആ പുറമേന്ന് കാണുന്നതല്ലേ അവർ കാണുള്ളൂ. അവര് നെഗറ്റീവ് തീർച്ചയായിട്ടും അപ്പൊ ഇടും. കാരണം നമ്മള് അറിഞ്ഞു വെച്ചത് തീവ്രവാദികളാണെന്നാണ്. അതുപോലെ തന്നെയായിരിക്കും അവരും അറിഞ്ഞു വെച്ചിട്ടുണ്ടാവുക തീവ്രവാദികളാണെന്നാണ്. ആരും ഇപ്പൊ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ട് നോക്കുന്നില്ല റസ എത്രത്തോളം നല്ല വ്യക്തിയുടെ ഉടമയാണ്, അല്ലെങ്കിൽ ഷിബില എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം നല്ല വ്യക്തിക്ക് ഉടമയാണെന്നുള്ളത് ഇപ്പൊ അവർക്ക് പേഴ്സണലി അറിയില്ലല്ലോ. സോ ഞാൻ പറയണമെങ്കിൽ അവരെ വിടുക. അവര് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചെയ്യട്ടെ. കാരണം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവിടെ പ്രതികരിക്കാനുള്ള അവസരമാണ്. സോ നമ്മളെടുക്കുന്ന രീതിയായിരിക്കണം അവിടെ. അല്ല ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പം ഇത് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് വരാൻ പോകുന്നത് നല്ല ഊഹമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ, ഹിന്ദു സ്ത്രീകളെ മുസ്ലിംസ് കല്യാണം കഴിച്ച ഉടനെ ആട് മേയ്ക്കാൻ സിറിയയിൽ കൊണ്ടുപോകുക, ആ തരത്തിലാണ്. അതായത് പ്രണയത്തിനപ്പുറം അത് പ്രണയമല്ല, അത് തീവ്രവാദമാണെന്നുള്ള രീതിയിലാണ് ഇവിടെ. അത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിർത്തി മാറി നിൽക്കുമ്പോൾ ഈ പറയുന്ന കമന്റ്സുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആക്ച്വലി ഒരുപാട് ഇപ്പോൾ ഈ ന്യൂസ് സ്പ്രെഡായതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. ആ നെഗറ്റീവ് കമന്റ്സിനൊന്നും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാനിപ്പോൾ ഒരു കമന്റ് എടുത്ത് റീപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ആ കമന്റ് ഇട്ട ആള് അല്ലെങ്കിൽ ഇട്ട വ്യക്തി നോട്ടഡ് ആവുകയാണ്. സോ ആള് തിരിച്ചെനിക്ക് കമന്റ് ചെയ്യും, വീണ്ടും നെക്സ്റ്റ് ബാഡ് ആയിട്ടുള്ളൊരു കമന്റ് വരും, നെക്സ്റ്റ് ഞാൻ കൊടുക്കും. പിന്നെ അതായിരിക്കും ഈ വന്ന ന്യൂസിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നത് ആ കമന്റ്സ് ആയിരിക്കും. സോ ഞാൻ ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ്സിന് റീപ്ലൈ കൊടുത്തിട്ടില്ല. പോസിറ്റീവ് തന്നവർക്ക് പോസിറ്റീവായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നെഗറ്റീവിന് കൊടുത്തില്ല. പക്ഷെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ ആക്ച്വലി ഉണ്ട്, അത് സ്വാഭാവികമാണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ വ്യക്തിപരമായിട്ട് എടുത്ത തീരുമാനമാണ്. അല്ലാതെ അവൻ്റെ രാജ്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ഞാൻ അവനെ കല്യാണം കഴിച്ചു, ഇന്നത്തോടെ ഇന്ത്യയും ഞാനായിട്ടുള്ള ബന്ധം തീർന്നു, അല്ലെങ്കിൽ അവൻ എന്നെ കല്യാണം കഴിച്ചു, ഇന്നത്തോടെ പാകിസ്ഥാൻ. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അവൻ ജനിച്ചു വളർന്ന നാടിനെ അവന് മുറുകെ പിടിച്ചിട്ടുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന നാടിനെ ഇന്നും ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടുള്ളത്. രാജ്യം ഒരിക്കലും ഞങ്ങളുടെ പ്രണയത്തിന് ഒരു തടസ്സമല്ല. കാരണം ഞങ്ങൾ ജീവിക്കും, ഞങ്ങളുടെ പ്രണയം മുന്നോട്ട് പോകും. ഞങ്ങൾ ഇന്ന് സക്സസ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ബലം തന്നെയാണ്. ഓക്കെ, എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ പോട്ടെ. മൊയ്തീന്റെ കാഞ്ചനമാല പോലെ ഒന്നും ആവാണ്ട്. ആ പാട്ട് ഭയങ്കര രസമുണ്ട്, ഒന്നുകൂടെ പറയുക. ഉടനെ തന്നെ മോനെയും കൂട്ടി അങ്ങോട്ട് പോവുക, അവിടെ സെറ്റിൽഡ് ആവുക. രസം ഭയങ്കര ഓരോ ദിവസം ഭയങ്കര കഠിനമാണെന്ന് തോന്നുന്നു തള്ളി നീക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സ്ത്രീകളും പ്രത്യേകിച്ച് പ്രണയിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഒരു ഫീലിങ്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈഫിൽ വേറെ ഇല്ല. നമ്മളെത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രണയം കിട്ടുക, അത് ഏത് രീതിയിലുള്ള പ്രണയം ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ അച്ഛൻ അമ്മ നമുക്ക് തരുന്ന ആ ഒരു പ്രണയമാണെങ്കിലും, നമ്മുടെ സിസ്റ്റർ നമുക്ക് തരുന്ന പ്രണയം, ബ്രദർ തരുന്നത്, അതുപോലെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് ഇത് ഭാഷ പോലും അറിയാത്ത, അവരുടെ കൾച്ചർ പോലും അറിയാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ജീവിതത്തിൽ വരിക, അദ്ദേഹം ഒരുപാട് വാരിക്കോരി പ്രണയം തരിക, അതൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീലിങ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുക തന്നെയാണ്. എനിക്കും അത് ഷിബിലയുടെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടിരിക്കെ, ഭയങ്കര ബോൾഡായിട്ടൊരു തീരുമാനമാണ്. കാരണം നമ്മൾ പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ മാത്രമല്ല, നമ്മളതൊന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇടപഴകണം തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ഒരു ചായ തന്നിട്ട് കല്യാണം കഴിക്കുന്നവരാണ് ഇവിടെ നമ്മൾ കൂടുതലും. അറേഞ്ച് മാരേജ് അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറേഞ്ച് മാരേജ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആളെന്താണോ ഏതാണോ എവിടെ ഒന്നും അറിയില്ല, വീട്ടുകാർ നിർബന്ധിച്ചു. എനിക്ക് അന്ന് ഞാൻ ഡിപ്പെൻഡഡ് ആണ് ഫാമിലിനെ. സോ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. അതുപോലെ ഇന്ന് കുറേ സ്ത്രീകളുണ്ട് വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. തെറ്റായിട്ട് ഞാൻ പറയില്ല, ചില അറേഞ്ച് മാരേജ് ചെയ്ത ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോണവരുണ്ട്. ആഫ്റ്റർ മാരേജ് അവർ പ്രണയിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷേ 99%, 97%
ട്രാജഡിയാണ് ഈ അറേഞ്ച് മാരേജ് എന്നുള്ളത്. കാരണം ഒരിക്കലും അറിയാത്തൊരു വ്യക്തിനെ കല്യാണം കഴിക്കുന്നു, പിന്നീടുള്ള നമ്മൾ കാണുന്നത് തന്നെയാണല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ നിറത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ, അതും ഞങ്ങളുടെ ഈ മുസ്ലിം തന്നെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരില് പൂട്ടിയിട്ടിട്ട് ഇന്നാളൊരു സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു, ഭക്ഷണം പോലും കൊടുക്കാണ്ട് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിൽ വേറൊരു തരത്തിലുള്ള തീവ്രവാദമൊക്കെ തന്നെയല്ല ഇപ്പൊ ഈ നടക്കുന്നത്. അപ്പോൾ മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു, 2 രാജ്യങ്ങൾ തമ്മിലുള്ള തീവ്രവാദം നമ്മൾ പറയുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? സത്യം പറഞ്ഞാൽ നമുക്കൊരു പേരിട്ട് വിളിക്കാനില്ല, അത് ഏറ്റവും വലിയ മോശമായിട്ടുള്ള. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രണയിക്കുന്നവരെ പ്രണയിക്കാൻ വിടൂ. നിങ്ങളിപ്പോൾ അതിന്റെ പിന്നാലെ കയറിയിട്ട് ഇവർ 2 പേര് പ്രണയിച്ചു ഇനി രാജ്യം പോയി, അതിനല്ലാണ്ട് ആക്ച്വലി നമ്മൾ കണ്ണ് തുറന്ന് നോക്കുക ഇവിടെ സത്യത്തിൽ എന്താ നടക്കണെന്ന്. അതന്നെ, പ്രണയിക്കുന്നവരെ പ്രണയിക്കാൻ വിടും. അതെ, അവർക്കറിയാം ആ പ്രണയം നല്ലതോ തെറ്റോ. നമുക്കിപ്പം ഓൾറെഡി ഷിബില ഒരു കല്യാണം കഴിച്ചത് കൊണ്ട് എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എന്ത് സ്നേഹമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, എന്തായിരുന്നു ആ ഒരു വിവാഹ ജീവിതത്തിൽ എന്റെ സ്ഥാനം, എനിക്കുള്ള സ്ഥാനം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അറിയാം. അപ്പൊ രണ്ടാമതൊരാൾ ഒരു വ്യക്തി വെച്ച് നീട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ സ്പേസ് ഒക്കെ അവിടെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഭയങ്കര 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 സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹണിമൂൺ പീരീഡ് ആണ്. അപ്പം പെട്ടെന്ന് തന്നെ വിസ എല്ലാം റെഡി ആവട്ടെ. എന്താ വിസ പ്രോസസ് ഒക്കെ കൊടുത്തോ? ഞാനിപ്പോൾ ആക്ച്വലി വിസിറ്റിംഗ് വിസയിലാണ് അവൻ്റെ അടുത്ത് പോണതും വരുന്നതൊക്കെ. ഇനി നമ്മൾ ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ അതിന് കയ്യിൽ ഫോട്ടോ ഉണ്ട്. അപ്പൊ അങ്ങ് പൊള്ളിക്ക് ഇതാണ് ആ രേഖ. ആര് ചോദിച്ചാലും ഞാൻ കാണിക്കും ഇതാണ് ആ രേഖ. അപ്പം പേടിയുണ്ടോ നാട്ടിൽ? എനിക്ക് എന്തിനാ പേടിക്കണ്? നമ്മൾ ഈ പേടി ആക്ച്വലി അല്ലാതെ കുറെ പേടികൾ എനിക്കുണ്ട്, ഇങ്ങനത്തെ പേടികളൊന്നും എനിക്കില്ല. എന്താണെങ്കിലും അടിപൊളിയായിട്ട് പോട്ടെ. കുഞ്ഞിനെ പോലെ നോക്കുന്നുണ്ട്. അതെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇത് റസയ്ക്കും കൂടെ കൊടുക്കണം. തീർച്ചയായും. താങ്ക് യു. താങ്ക് യു.